ഈ വാഴയിലയിൽ വിരിച്ചു വെച്ച ചൂട് പൊറോട്ടയിൽ തട്ടിയിടുന്ന ബീഫ് കണ്ടോ. ഇവിടെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ബീഫ് കിട്ടാൻ തന്നെ പാടാണ്. ഇവിടെ രാവിലെയൊക്കെ കടയിൽ വന്നാൽ തിരക്കാണ്, നല്ല തിരക്ക്. ഒരുപാട് പേര് നമ്മൾ നിൽക്കുമ്പോൾ തന്നെ വന്നിട്ട് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത്രയ്ക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള കൊല്ലത്തെ ഏറ്റവും കിടില പൊറോട്ടയും മരുന്ന് ബീഫും കിട്ടുന്ന സൂപ്പർ സ്പോട്ടാണ്. സുധാകരൻ ചേട്ടൻ തിരക്കിലാണ്, കണ്ടില്ലേ. ഒരു സമയത്ത് പൊറോട്ടയുടെ ആ സമയത്ത് തന്നെ പൊറോട്ട അടിച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അടുത്ത പൊറോട്ട ചുടാനുള്ള തിരക്ക് കണ്ടില്ലേ. ഫുള്ള് തിരക്കിലാണ്. ആവി പറക്കുന്ന ബീഫ്, ചൂട് പൊറോട്ട, ആവി പറക്കുന്ന മരുന്ന് ബീഫ്. നമ്മള് ലാസ്റ്റ് ബൈറ്റ് കഴിക്കാൻ പോവുകയാണ്. ഇത് വെച്ചിട്ട് ഏറ്റവും നല്ല ബെസ്റ്റ് ബീഫാണ്. ലാഭമൊന്നും കിട്ടും, വലിയ ലാഭമില്ല. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് സാധനം തീരും, നല്ല ടീമുകൾ വരും. അങ്ങനെ ഈ മറ്റു കാര്യങ്ങൾ കുറേ സ്റ്റാൻഡേർഡ് ടീമുകളാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഇത് ചെയ്യാൻ 10-22 കൂട്ടം വെറൈറ്റികളാണ് ചെയ്യുന്നത്. അങ്ങാടി വരുന്നവരെ ഉണ്ട് അതിനകത്ത്. ഇങ്ങനെ ചേട്ടൻ ഇട്ട പേരാണോ? അല്ല, വന്നവരിട്ടല്ല, ഞാൻ ഒന്നിനും ഇടത്തില്ല. നമുക്ക് പരസ്യം തന്നെ നമുക്ക് ഇതല്ല എന്നറിയാം. ഇത് മേടിക്കാൻ തന്നെ ഇവിടെ തന്നെ ആള് ഇഷ്ടം പോലെ പരസ്യം ചെയ്ത് വരേണ്ട കാര്യങ്ങളില്ല. അല്ലാതെ തന്നെ ഇഷ്ടംപോലെ പേര്. നമ്മൾ ഒരു പരിധിക്ക് ചെയ്യത്തുള്ളൂ, ഒരുപാടിട്ട് ചെയ്യത്തില്ല. അതിന്റെ ടേസ്റ്റിനെ അത് ബാധിക്കും. അതെ, ചേട്ടൻ ഒറ്റയ്ക്കല്ലേ എല്ലാം ചെയ്യുന്ന, ഹെൽപ്പിന് ആരെയും നിർത്തിയിട്ടൊന്നുമില്ലല്ലോ. ഇതൊരു കൂട്ടാ സാധനം, ഒരു കൂട്ടാ അത്. ഇതാണ് ഒരു പ്ലേറ്റ് ബീഫ് എന്ന് പറയുന്നത്. അത്രയും നല്ല പോണ്ട് ചെയ്യുന്നു കേട്ടോ. ആ ഒരു കളർ കണ്ടോ ബീഫിന്റെ. നമ്മൾ മുടക്കി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ അങ്ങനെയെല്ലാം ഇവിടെ കഴിക്കാൻ നല്ല അടിപൊളിയായിരിക്കും. ഇത് ഖത്തറിലൊക്കെ പോകുന്നത് ഇതേ കണക്ക് തന്നെ പോകുന്നത്. ഈ പാക്ക് അത് തന്നെ. ചിലര് അല്ലാതെ കൊണ്ടുപോകും. ഇപ്പം ഖത്തറിൽ നിന്നൊക്കെ ഇതേ കണക്ക് വരുമ്പം ഓർഡറുകൾ കിട്ടാറുണ്ടല്ലേ ആൾക്കാർ? ഇവിടുന്ന് മേടിച്ചോണ്ട് പോകും, മേടിച്ച് കൊണ്ടുപോയി. ഇപ്പം നാളെ ഉണ്ട്. അത് നമ്മൾ പിന്നെ കൈ വയ്യാന്ന് പറഞ്ഞ് വെച്ചിരിക്കുക. അവർക്ക് വേണം 3 കിലോ ബീഫ്. 3 കിലോ. അപ്പോൾ ബീഫിനകത്തൊന്നും കിട്ടത്തില്ല കേട്ടോ. വിലയും കൂടുതൽ വെളിച്ചെണ്ണ വില തന്നെ. വെളിച്ചെണ്ണ ഭയങ്കര വില. വെളിച്ചെണ്ണയിൽ നമ്മൾ ചെയ്യുന്നത് ഇത് ഫുള്ള് വെളിച്ചെണ്ണ തന്നെ. ഓയിൽ മില്ല് എണ്ണ, സാധാരണ കടയിലെ എണ്ണയല്ല, ഓയിൽ മില്ലിൽ നിന്ന്. എന്നിട്ട് റേറ്റും കൂട്ടി. എനിക്ക് തോന്നുന്നു കുറെ നാളായിട്ട് 200 രൂപ തന്നെ. ഞാൻ വീഡിയോ ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ എല്ലാം ഈ ഗ്രാമം അതിൻ്റെ എന്നാൽ പുറത്തുനിന്ന് ആള് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത് നമുക്കൊന്ന് അരി മേടിക്കണം. ഇങ്ങനെ സാധനം തീരും, ഉച്ച ആകുമ്പോഴത്തേക്ക് തീരും. ഉച്ചയ്ക്ക് മുമ്പ് തീരും, 11 മണിക്ക് മുമ്പ് തീരും. 100 വയസ്സുള്ളവർക്ക് കഴിച്ചാലും കുഴപ്പമില്ല. ഈ ബീഫും പൊറോട്ട കൊഴുപ്പില്ലല്ലോ, കൊഴുപ്പിടത്തില്ല. കൊഴുപ്പിടാതെയാണ് ഈ ബീഫ് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇതിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത് കൊളസ്ട്രോളും എല്ലാം ഉണ്ടാകും. അപ്പൊ എല്ലാവർക്കും കൊഴുപ്പ് ഇല്ലാതെയാണ് ചേട്ടൻ ഇവിടെ ഉണ്ടാകുന്നത്. അപ്പൊ നിങ്ങൾക്കൊക്കെ ധൈര്യമായിട്ട് വന്ന് കഴിക്കാം. ഇവിടെ ഒരു ഡെപ്യൂട്ടി മേയറുടെ വലിയ ഉണ്ടായിരുന്നു. അവര് 99 വയസ്സിലാണ് മരിക്കുന്നത്. മരിക്കുന്നതിന് 1 മാസം മുമ്പ് വരെ ഇവിടുന്ന് 4-10 ചേർച്ച് ഇവിടെ നിന്ന് തന്നെ കഴിച്ചോണ്ട് പോയി. പല്ലുമില്ല. ഇതിപ്പം എത്ര വർഷമായി ചേട്ടൻ? നമ്മളിത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഇറച്ചി ഉണ്ടാകാൻ ഫേമസ് ആയിരുന്നു. പക്ഷേ എങ്കിൽ തന്നെ നമ്മളിത് വേറൊരു രൂപത്തിൽ എടുത്തത്, വേറെ രീതിയിൽ എടുത്തപ്പോൾ അത് നോക്കിയപ്പോൾ അത് ക്ലിക്കായത്. നല്ല മാത്രമല്ല, ഈ ഇപ്പം നമ്മൾ എവിടെ കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് വരണമെങ്കിൽ കെമിക്കൽ ചേർത്തേ ആകത്തുള്ളൂ. കെമിക്കൽ ഇല്ലാതെ ടേസ്റ്റ് വരുത്താനാണ് പാട്. അതെ, അതിന് അത്രയും അവരെയൊക്കെ ബുദ്ധിമുട്ടാണ്. ഞാൻ തന്നെ കണ്ട വിറവ് ഇറങ്ങിയിട്ടുണ്ടോ, അത്രയും എല്ലാം നമ്മളിത് മേടിച്ചിട്ട് അതിനോടൊന്ന് തീ കൊള്ളണം, ചൂട് അതിനോടൊന്ന് ചെയ്യണം. ആരും ചെയ്യത്തില്ല. അതാ പറഞ്ഞ് കടക്കാരൊന്നും ചെയ്യത്തില്ല, വീട്ടുകാർ ചെയ്തില്ലല്ലേ, വീട്ടുകാർക്ക് ഒക്കത്തില്ല. കണ്ടില്ലേ ഇവിടെ ചേട്ടൻ ഒറ്റയ്ക്കാണ്. നെല്ല് തരാം. ചേട്ടൻ ഒറ്റയ്ക്കാണ് ഇവിടെ എല്ലാം ചെയ്യുന്നത്. ഹെൽപ്പിന് പോലും ആളില്ല. അപ്പൊ അതാണ് ഈ ഒരു രുചിയുടെയും കൂടി. ഇതിപ്പം വേറൊരാള് ചെയ്താൽ ചിലപ്പം ഇത്രയും രുചി കിട്ടണമെന്ന് വരത്തില്ല. പറഞ്ഞൊരു കൂട്ടാണ് ഇതൊരു കൂട്ടാണ്. അപ്പം ഇവിടെ വരുന്നവര് കുറച്ച് ക്ഷമയൊക്കെ കാണിച്ച് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യും. പിന്നെ വരുന്ന ആളുകൾ ചിലര് വഴക്കിടുന്നവരൊക്കെ ഉണ്ട്. ചിലര് ഞാൻ ആദ്യം വന്നെന്നും പറഞ്ഞ്, ചിലര് പിന്നെ വേറെ ആളില് വിവരയിലെ കണക്ക് വേറെ ആളിനെ നിർത്തി 2 വെടിയിൽ പറഞ്ഞു. അങ്ങനെയൊക്കെ വഴക്കുകളുണ്ടാവും.
അപ്പം ഇതൊരു സാധാരണ കട. അപ്പം ചേട്ടൻ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം അത് അനുസരിച്ച് എല്ലാവരും ഒന്ന് ക്ഷമയോടെ നിൽക്കണം. വരുന്നവരൊക്കെ ആ ടേസ്റ്റ് എങ്കിലേ കിട്ടത്തുള്ളൂ. കണ്ടില്ലേ, ചേട്ടൻ തന്നെയാണ് പൊറോട്ട ഉണ്ടാക്കുന്നു, അതിന്റെ ഇടയ്ക്ക് പാക്ക് ചെയ്യുന്നു. കണ്ടില്ലേ, ഇത് തന്നെ മണിക്കൂറുകളോളം ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുകയല്ലേ. അപ്പൊ ബോറടിയൊന്നും ഇല്ലല്ലേ, ഇത് എൻജോയ് ചെയ്ത് തന്നെ ചെയ്യല്ലേ. നമുക്ക് അതാണ് എന്ത് ജോലി നമ്മൾ അതിനനുസരിച്ച് എൻജോയ് ചെയ്ത് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജോലി ചെയ്യണമെന്ന് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കണം. അതാണ് ഇതെങ്കിലേ അത് കറക്റ്റ് ആകത്തുള്ളൂ. പുള്ളിക്കാരൻ ഇന്നലെ വന്ന് കാശ് തന്നിട്ട് പോയതാ. ഞാൻ പറഞ്ഞു വിവരങ്ങൾ പറഞ്ഞു. അപ്പം ഇപ്പൊ നിൽക്കുന്ന കക്ഷിയേ, ഇവിടെ നിൽക്കുന്ന ആളെ ആ ചേട്ടനാണ് ഓർഡർ തന്നത്. അല്ല, അദ്ദേഹം അല്ല എന്നത്. ഇത് വേറൊരു 3 പത്തിരി കഴിയുന്നത്. രാവിലെ എന്ന് പറയുമ്പോ എത്ര മണിക്ക് വരെ? ഇവിടെ ഞാനിവിടെ 5 മണിയാകുമ്പോ 5-5:30 ആകുമ്പോ അടുത്തേക്ക് കയറ്റുക. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ സുധാകരൻ ചേട്ടൻ്റെ കട. പൊറോട്ടയും ബീഫിനും പേര് കേട്ട കട. ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ചേട്ടൻ അകത്ത് ഉണ്ട്. അകത്ത് നല്ല പണിത്തിരക്കിലാണ്. ഒരാൾക്ക് ഫുൾ ഓർഡർ ഉണ്ടെന്ന്, അത് കൊടുക്കാനുള്ള തിരക്കിലാണ്. ഒരു കോളേജിന് ഒരു ഓർഡറുള്ളത്. അപ്പോൾ ഈ ഒരു കടയുടെ ലൊക്കേഷൻ കണ്ടില്ലേ, നമ്മുടെ മങ്ങാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് മങ്ങാട്. അതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു കട. ഓട്ടോ സ്റ്റാൻഡൊക്കെ വലത് സൈഡിലായിട്ടൊക്കെ കാണാം. ഇവിടെ ഉള്ളവരൊക്കെ അറിയാം ഈ ചേട്ടൻ്റെ കടയിലേക്ക് ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരുന്നത്. 48 മണിക്കൂർ ഗ്യാരണ്ടി ഉണ്ട് സാധനം. ലണ്ടൻ, അമേരിക്ക, സൗദി, ഖത്തറിലെല്ലാം ഇതേ കണക്കാണ്. ഈ ഒരു സാധനം ലണ്ടൻ, അമേരിക്ക, സൗദി, ഖത്തർ, അപ്പം അങ്ങനെയൊക്കെ പോകുന്നവരൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ച് പാഴ്സൽ കൊടുത്തു വിടാറുണ്ട്. പല ഓർഡറുകളും അങ്ങനെ കിട്ടാറുണ്ട് ചേട്ടന്. കണ്ടല്ലേ ബീഫ് ഇങ്ങനെ കോരിയിടുന്നുണ്ടാ. ഇതൊന്ന് ടേസ്റ്റ് നോക്കിയോ. ഓക്കെ, ഇത് നമുക്ക് ടേസ്റ്റ് നോക്കാനായിട്ട് ചേട്ടൻ തന്നതാണ്. ചൂട് പൊറോട്ടയും ആവി പറക്കുന്ന ബീഫ്, ചൂട് പൊറോട്ട, ആവി പറക്കുന്ന മരുന്ന് ബീഫ്. സാധനം ഇവിടെ ഇന്നില്ല. ഇവിടെ ചേട്ടൻ വേറെ ഓർഡറായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിന്നെ ഷൂട്ടിങ്ങിനായിട്ട് വന്നതുകൊണ്ട് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ തന്നതാണ്. ഇന്ന് കാര്യമില്ല, അതുകൊണ്ടാണ് തികയുന്നില്ല. അതുകൊണ്ടാണ്, അല്ലേ പിന്നെ തന്നെ തികയുന്നില്ല. അത് എൻ്റെ മോനെ കറിയുമില്ല. കറിയാപ്പം ഇല്ലാത്ത വെച്ച് ഏറ്റവും അന്യായ സൂപ്പർ ബീഫ്. മസാല എന്നൊക്കെ പറയാനുണ്ടല്ലേ, ആ ഒരു ഫ്ലേവർ നമുക്ക് പറഞ്ഞറിയാൻ പറ്റില്ല. അമ്മാതിരി ഫ്ലേവർ, ഒരു പ്രത്യേക ഫ്ലേവർ. ഞാൻ ഇന്നേ ഇങ്ങനത്തെ ഒരു ഫ്ലേവർ കഴിച്ചിട്ടില്ല. അതാണ് ഈ പിന്നെ ഇവർക്ക് ഇപ്പൊ തികയുന്നില്ല. അവർക്ക് 60 പുതിയ വേണമെന്ന്. ഇവിടെ വന്ന പിന്നെയും വരും. ഞാൻ അത് പറയുന്നു, അന്യായ സാധനമാണ്. സൂപ്പർ. ഇനി അടുത്ത എൻ്റെ ക്യാമറാമാനും കൂടി ഒന്ന് കൊടുക്കും. അല്ലെ ക്യാമറാമാൻ വിഷയം ഉണ്ടാകും. ക്യാമറാമാൻ വരൂ, ടേസ്റ്റ് ചെയ്യൂ. എങ്ങനെയുണ്ട് മസാല? എങ്ങനെയുണ്ട്? എന്തോ പ്രത്യേകതയാണ്, വേറൊരു ടേസ്റ്റ്. ഇന്നേ വരെ കഴിച്ചിട്ടില്ലാത്തൊരു ടേസ്റ്റ്. ആദ്യമായിട്ടല്ലേ കഴിക്കുന്നത്? അപ്പം താങ്ക്സ് പറയണേ. ഞാനാണ് കൊണ്ടുവന്നത് ക്യാമറാമാനായിട്ട്. നമ്മുടെ ക്യാമറാമാൻ ടേസ്റ്റ് ചെയ്യുന്നു. അടിപൊളിയില്ലേ?
അപ്പം നിങ്ങൾ ഇത് നോക്കണം. നമുക്ക് ഈ കട ഇന്ന് ക്ലോസ് ചെയ്തിട്ടിരിക്കുവാണ് ചേട്ടാ, അടച്ചിട്ടിരിക്കുവാണ്. ഒരു കൊച്ചു കടയാണ്. അപ്പോൾ ഇന്ന് വേറെ ഓർഡറുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് നമുക്കൊരു പൊറോട്ട ടേസ്റ്റ് ചെയ്യാനായിട്ട് തന്നത്. അപ്പോൾ നമ്മൾ ആരും കാണാതെ ഇങ്ങനെ ബേക്കിലോട്ട് മാറി നിന്നാണ് കഴിക്കുന്നത്. അവിടെ പുറത്തൊക്കെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു പൊറോട്ടയ്ക്ക്. അപ്പോൾ അങ്ങനെ അവരുടെ അടുത്തൊക്കെ ഇല്ലയെന്ന് പറഞ്ഞ് വിട്ടുകൊണ്ടിരിക്കുന്നു. വെച്ചാൽ വേറൊരു ഓർഡർ ഉള്ളതുകൊണ്ടേ അങ്ങനെ നിന്നാണ് നമ്മൾ കഴിക്കുന്നത്. ഇഷ്ടപ്പെട്ടല്ലേ? അടിപൊളി. ഉണ്ടല്ലേ ഈ വിറകൊക്കെ കിടക്കുന്നുണ്ട്. വിറക് അടുപ്പിലാണ് ഇവിടെ ബീഫ് സെറ്റ് ചെയ്യുന്നത്. 3.5-4 മണിക്കൂറോളം എടുക്കുന്നുണ്ടല്ലേ അടുപ്പ്. അപ്പോൾ ഒരു ദിവസം രാവിലെ വന്നാൽ നമുക്കിത് ഉണ്ടാക്കുന്നതൊക്കെ ഷൂട്ട് ചെയ്യാമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒരു ദിവസം രാവിലെ ഇറങ്ങാം. ബീഫൊക്കെ ഉണ്ടാക്കുന്ന ഒരു വേവുന്ന സമയത്ത്, സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വന്ന് കാണാം. ഇനി ഇച്ചിരി പൊറോട്ടയും ബീഫും കൂടിയൊക്കെ ഉണ്ട്. അത് ക്യാമറാമാൻ എടുക്കാൻ പോവുകയാണ്, എനിക്ക് തരാതെ. അത് ഞാൻ തന്നെ നിന്നാൻ പറയണം. ചേട്ടൻ ഇത്രയും വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ബൈറ്റ് കഴിക്കാൻ പോവുകയാണ്. അപ്പം ചേട്ടൻ്റെ അടുത്ത് നേരിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്ന് വെച്ചാൽ ഇത് പറഞ്ഞില്ലെങ്കിൽ ഒരു ഇതായി പോകും. എന്ന് വെച്ചാൽ ഞാൻ കഴിച്ചത് വെച്ചിട്ട് ഏറ്റവും നല്ല ബെസ്റ്റ് ബീഫാണ്. ഇതിൻ്റെ മസാല എല്ലാവരും പറഞ്ഞു കേട്ട് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് കഴിക്കുമ്പോഴേ അതിൻ്റെ ഒരു യഥാർത്ഥ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും. അന്യായ മസാല. പൊറോട്ടേനെ ആ എന്നെ ക്രിസ്പി എന്ന് നോക്കി. ഇതെങ്ങനെ ദുബായിൽ നിന്നും ഖത്തറിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോവാതിരിക്കും? അമ്മാതിരി ടേസ്റ്റ്. സംഭവം പ്യുവർ വെളിച്ചെണ്ണയിൽ. വെളിച്ചെണ്ണയൊക്കെ ഇപ്പം ലിറ്ററിന് 400 പുറത്താണ് വില. ആ വെളിച്ചെണ്ണ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ചേട്ടനാണെങ്കിൽ വില കൂട്ടുന്നുമില്ല. 200 രൂപയേ ഉള്ളൂ. 5 പൊറോട്ടയും കിട്ടും, നല്ല ക്വാണ്ടിറ്റി ബീഫും കിട്ടും. മരുന്ന് ബീഫ് എന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ആ പേര് ചേട്ടനാണോ ഇട്ടേന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടനായിട്ട് ഇവിടെ ഒന്നും ഇട്ടില്ല. ഇവിടെ വരുന്നവർ കഴിച്ച് അങ്ങനെ പറഞ്ഞ് അങ്ങനെ ആയതാണ്. അതും വാഴയിലയിൽ. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. വാഴയിലയിൽ പൊറോട്ട ബീഫ്, കൊഴുപ്പില്ലാത്ത ബീഫ്, അതുകൂടെ വേണം. വയസ്സായ അമ്മച്ചാർ വരെ വന്ന് കഴിക്കുന്ന പൊറോട്ടയും ബീഫും. ഇവിടെ ഇരുന്ന് കഴിക്കാൻ സ്ഥലമൊന്നുമില്ല. നമ്മൾ പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് പോകണം. പിന്നെ ഇത് നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. അപ്പം സൂപ്പർ. നിങ്ങൾ വരുന്നെങ്കിൽ വരിക. ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്യുക. എന്നിട്ട് സുധാകരൻസ് ഹോട്ടൽ എന്ന് ടൈപ്പ് ചെയ്യുക. നേരെ മങ്ങാട് സുധാകരൻസ് ഹോട്ടൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഇത് ലൊക്കേഷൻ കിട്ടും. മങ്ങാട് സ്കൂളിൻ്റെ അടുത്താണ്. അതിനോട് ചേർന്നുള്ള ഒരു കൊച്ചു കടയാണ്. ഇപ്പം രാവിലെ എത്തുക. കട ടൈം എത്രയാണ് ചേട്ടാ? 9 മണി. 9 മണി തൊട്ട് പിന്നെ തീരുന്നിടം വരെ. എപ്പോഴും തീരുന്നു അപ്പം ക്ലോസ് ചെയ്യും. 9 മണിയാണ് ടൈം. 9 മണിക്ക് എത്തുക. നമ്മൾ 10 മണിക്ക് എത്തിയിട്ട് പോലും കിട്ടിയില്ല. പക്ഷേ അത് എക്സ്ട്രാ ഓർഡർ കൂടി ഉള്ള ഒരു ദിവസമായിരുന്നു. അതുകൊണ്ടും കൂടിയാണ് കിട്ടാൻ. 9 മണിക്ക് തന്നെ എത്തുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇതുവഴി വന്ന് ഇവിടെ നിന്ന് പൊറോട്ട, ഇപ്പോൾ കൊല്ലത്തോട്ടൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ ഇതുവഴി കയറി ഇവിടെ പൊറോട്ടയും ബീഫും വാങ്ങിച്ച് ഇന്ന് കൊണ്ടുപോവുക. അപ്പോഴും നിങ്ങൾക്ക് സെറ്റാവും. ഓക്കെ. ഇതിപ്പം ഞാൻ ഇത് കഴിച്ചു. സംഭവം നല്ല ക്വാളിറ്റി. ആ മസാലയൊക്കെ ഒരു സ്പെഷ്യൽ മസാല. അപ്പം ചേട്ടൻ എന്തുകൊണ്ട് ഇതിന്റെ വില കൂട്ടുന്നില്ല? ഇപ്പോഴും 200 രൂപ. ഇത് പിന്നെ നമുക്ക് അതിനുള്ളൊരു ഈ ആളുകൾക്ക് സന്തോഷിച്ച് പോകണമെന്നുള്ളൊരു, കഴിച്ചിട്ട് ആ ഒരു സന്തോഷം. ഇങ്ങനെ ഒരു നല്ല അഭിപ്രായം പറയുമ്പോൾ മനസ്സിലൊരു ഇത്. അപ്പൊ നമ്മള് വില കൂട്ടി കഴിഞ്ഞാൽ അത്രയും സന്തോഷം കിട്ടത്തില്ല. അതാണ്. അപ്പൊ നമുക്ക് ഇന്നലെ അരി മേടിക്കാൻ കിട്ടിയാണ്. അതായത് ജോലിക്കാരെ നടത്താത്ത കാര്യം അതാ. ഇതിപ്പം വേറെ വല്ല ഹോട്ടലിലൊക്കെ ആണെങ്കിൽ അവര് 10-400 രൂപ ഇട്ട് വിറ്റന്നെ. അവർക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. അവരൊന്നും ചെയ്തു കൊടുക്കുക. അവരുടെ കുറ്റമല്ല, അങ്ങനെ ജോലിക്കാരെ നടത്തി ചെയ്യത്തില്ല. പിന്നെ ഇത്രയും വെറൈറ്റികൾ ഇതിനകത്ത് ചേരുക. സൂപ്പർ കൂട്ടുകാർ, അടിപൊളിയായിട്ട്. അത് നിങ്ങൾ കഴിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. അത് ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളിപ്പോൾ ഒരു സാധനം കഴിച്ചിട്ട് വീഡിയോ കൂടി കൊള്ളാം, ഇത് ഇല്ല, അത് സത്യമാണോ ഇതാണോ നിങ്ങൾക്കൊന്നും അറിയാൻ പറ്റില്ല. നിങ്ങൾ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഞാൻ 100% ഗ്യാരണ്ടി. നമുക്ക് ഈ ഹോട്ടലിലെ ഫുഡിൻ്റെ അഭിപ്രായം ഇപ്പം ഞാൻ തന്നെ പറഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഇവിടെയുള്ള ഫുഡ് കഴിച്ചിട്ടുള്ള ഒരു ചേട്ടൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട് ഇവിടുത്തെ? കുഴപ്പമില്ല, നല്ല രീതിയിലുള്ള
കൊടുക്കുന്നത്. നല്ല ഇറച്ചിയൊക്കെ നല്ല പേരാ. അത് ഇപ്പൊ ഞാൻ നിന്നപ്പോ തന്നെ അവിടെ ഒരുപാട് ആൾക്കാർ വരുന്നു, ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരുന്നത്. ഇവിടുത്തെ ആൾക്കാർ കുറവാണ്, ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരുന്നത്. കാരണം ഇത് അറിഞ്ഞുകൊണ്ട് വീഡിയോ കണ്ടിട്ട് ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരുന്നു. നല്ല രീതിയിലുള്ള ആഹാരം ഇട്ട് കൊടുക്കുന്നു. 10 രൂപയൊക്കെ വലിയ കുറ്റം പറയുന്നില്ല. അകത്ത് വേറൊരു ഓർഡറിന് ആവശ്യത്തിനുള്ള പണിയെ എനിക്ക് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ചെയ്താലേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതിന് കൂടുതലായിട്ട് ചെയ്യുന്നില്ല, ഒരു കണക്കിനുള്ള ചെയ്യുന്നില്ല. നല്ല 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 മസാല നല്ല പുള്ളി ഒറ്റയ്ക്കേ ഉള്ളു, വേറെ ആരും ഇല്ല. ഇല്ല, ഇത് പുള്ളിക്കാരൻ ആവുന്ന മാത്രം ചെയ്യുക, ഇത്രയേ ഉള്ളൂ. പുള്ളിക്കാരൻ ആവുന്ന രീതി കൂടുതൽ ഓർഡർ കിട്ടിയാലും കൂടുതലില്ല. ഇനിയിപ്പോ ഓർഡർ കൂടുതൽ വന്നിട്ട് കുറച്ച് സാധനം എടുത്തോളൂ. 75 വന്നിട്ട് 40-45 അങ്ങോട്ട് എടുത്തോളൂ. മറ്റേ സാധനം ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ രീതി അങ്ങ് മാറും. ചേട്ടന്റെ പേരെന്ന് പേര് വിഷുവല്ലേ. ഇവിടെ ഓട്ടോട്ടി. ഇവിടെ കിട്ടിലൻ ടേസ്റ്റ്. നമ്മൾ ഇവിടെ ഉള്ള ഒരു ചേട്ടൻ്റെ അടുത്തും 2-3 പേരെടുത്ത് അഭിപ്രായം ചോദിച്ചു. എന്ന് വെച്ചാൽ ഞാൻ മാത്രം അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ. അപ്പം നിങ്ങളും വരിക. ഒരു കൊച്ചു കടയാണ്, ചേട്ടൻ ആവശ്യത്തിനേ ഉണ്ടാകാറുള്ളൂ. ഇപ്പം ബിസിനസ് കൂട്ടണമെന്നും പറഞ്ഞ് അങ്ങനത്തെ മൈൻഡിൽ ഓവറായിട്ടൊന്നും ഉണ്ടാക്കി ഇങ്ങനെ പൈസ കൂട്ടി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. കൊച്ചു കട, വിറകടുപ്പിൽ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഒരു ഔട്ട് നിങ്ങൾക്ക് പുറത്തുനിന്ന് കാണുമ്പം ഒരു കൊച്ചു കടയാണ്, കണ്ടില്ലേ? ഒരു കുഞ്ഞ് ഹോട്ടലാണ്. ചേട്ടൻ അങ്ങനെ പരസ്യത്തിൻ്റെ ആവശ്യവും ഇല്ല എന്നാണ് ചേട്ടൻ പറയാൻ. ചേട്ടൻ അങ്ങനെ ചെയ്യത്തുമില്ല. അവർ നല്ല മനുഷ്യൻ കേട്ടോ, കണ്ടില്ലേ? ഇതാണ് ഹോട്ടൽ. സംഭവം ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മങ്ങാട്. ഒരു 3 കൂടിയ ജംഗ്ഷനാണ്. ഇവിടെ ഒരു റോഡൊക്കെ കണ്ടില്ലേ, 3 കൂടിയ ജംഗ്ഷനാണ്, നല്ലൊരു വളവാണ്. അപ്പോൾ ഏതായാലും നമ്മുടെ ഈ ഒരു വീഡിയോയും കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും, നിങ്ങൾക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. ഉറപ്പായിട്ടും കൊല്ലം വഴി പോകുമ്പം മങ്ങാട് ഇതുവഴി ഒന്ന് വണ്ടി വിടുക. രാവിലെ വന്നാലേ കിട്ടത്തുള്ളൂ, പക്ഷേ 100% ഗ്യാരണ്ടിയാണ്. പൊറോട്ടയും ബീഫും അടിപൊളി, കൊഴുപ്പില്ലാത്ത ബീഫാണ്, അത് പ്രത്യേകം എടുത്ത് പറയണം. വയസ്സായവർക്കും കഴിക്കാം. ഒരു ദിവസം ഒന്ന് കഴിച്ച് നോക്ക്, നിങ്ങളിതിൻ്റെ ഫാനാവും, ഉറപ്പാണ്. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് മീ സുകേഷ് സുമാരൻ, സൈനിങ് ഓഫ്.